അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരഘടനയെക്കുറിച്ചുള്ള ഹദീസുകളാണ് നാം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസിൽ കാണാം, ലം യകുനിൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിത്വവീലി വലാ ബിൽ ഖസീരി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ നീളമുള്ള ആളോ കുറിയ ആളോ ആയിരുന്നില്ല. ശത്നുൽ കഫൈനി വൽ ഖദമൈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകാലുകൾ ദൃഢമായതായിരുന്നു. ലഹ്മുർ റഅ്സി, അതുപോലെ ഒത്ത വലിപ്പമുള്ള തലയായിരുന്നു. തവീലുൽ മസ്റുബത്തി, അതുപോലെ നെഞ്ചിൽ നിന്ന് പൊക്കിൾ വരെ രോമമുള്ള ആളായിരുന്നു. ഇദാ മശ തകഫഉ തകഫുഅൻ കഅന്നമാ യൻഹതു മിൻ സബബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടക്കുകയാണെങ്കിൽ ഒരു ഉയർന്ന സ്ഥലത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെ ചെരിഞ്ഞായിരുന്നു ആ നടത്തം കാണാൻ സാധിച്ചിരുന്നത്. ലം അറ ഖബ്ലഹു വലാ ബഅദഹു മിസ്ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പോ ശേഷമോ അതുപോലെയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. ഇവിടെ ശത്നുൽ കഫൈനി വൽ ഖദമൈനി എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മഹാന്മാർ വിശദീകരിച്ചത്, ഉറപ്പുള്ളത് എന്നതിനർത്ഥം, കൈകാലുകൾ ഉറപ്പുള്ളത് എന്നതിനർത്ഥം, ദൃഢമായത് എന്നതിനർത്ഥം പരുപരുത്തത് എന്നതല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം വളരെ മയമായതായിരുന്നു. അതുകൊണ്ട് എല്ലുകൾ നല്ല ഉറപ്പുള്ളതും ബലമുള്ളതുമായിരുന്നു എന്ന മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ റഅയ്തു ഖസ്സൻ വലാ ഹരീറൻ അല്യന മിൻക ഫി റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യെപ്പോലെ മിനുമിനുത്ത മയമുള്ള പട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തല വലിപ്പമുള്ളതായിരുന്നു, അതായത് ശരീരത്തിനൊത്ത വലിപ്പമുള്ളതായിരുന്നു. ആ തലവലിപ്പം എന്നുള്ളത് ബുദ്ധിശക്തിയെ, അതുപോലെ തന്നെ ചിന്താശക്തിയെ ഓർമ്മപ്പെടുത്തുന്നതാണ്, അത് ബലപ്പെടുത്തുന്നതാണ് എന്ന് കിതാബുകളിൽ കാണാൻ സാധിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും മറ്റു മനുഷ്യർക്കില്ലാത്ത പല പ്രത്യേകതകളും നമുക്ക് കാണാൻ സാധിക്കും. ഒരു പരിപൂർണ മനുഷ്യൻ എങ്ങനെ വേണമോ അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുന്യവിയും ഉഖ്റവിയുമായ എല്ലാ ഹലാലായ ഉദ്ദേശ ലക്ഷ്യങ്ങളും എളുപ്പത്തിൽ പൂർത്തിയാക്കി തരട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.